ഈ രാജി എങ്ങനെയാണ്? സ്വമേധയാണോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതാണോ? എത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് സുമോദ്? അദ്ദേഹം രാജിക്കത്ത് നൽകി എന്നുള്ളൊരു വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാജിക്കത്ത് കൂടുതൽ ഏതൊക്കെ തരത്തിലുള്ളൊരു സമ്മർദ്ദമാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടായത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഇതിനകം തന്നെ കണ്ടറിഞ്ഞതാണ്. കാരണം ഇതിൽ ഏറ്റവും വലിയ പ്രക്ഷോഭം ഉണ്ടായിരുന്നത് ഈ CJPയുടെ പ്രക്ഷോഭം തന്നെയാണ്. മാത്രമല്ല ഈ CJPയുടെ പ്രക്ഷോഭം കൂടാതെ പ്രതിപക്ഷം അങ്ങേയറ്റം വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭവുമായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരികയായിരുന്നു. മാത്രമല്ല ഏറ്റവും ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റു ഏതെങ്കിലും മന്ത്രി പദവിയിലേക്ക് കൊടുത്ത് ഒരു ഇളക്കി പ്രതിഷ്ഠയായിരുന്നു ആദ്യം ആലോചിച്ചിരുന്നത്. പക്ഷേ ആ തരത്തിലുള്ള ഇളക്കി പ്രതിഷ്ഠ അംഗീകരിക്കില്ലെന്ന് ഒരു മണിക്കൂർ മുമ്പ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അഭിജിത് ദീപ്കയും വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ഇനി ഒഡീഷ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിനെ മാറ്റിയതിനു ശേഷം അദ്ദേഹത്തിന് കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും ഒരു മാന്യമായ ഒരു പടിയിറക്കം എന്ന രീതിയിലേക്ക് BJP ആസൂത്രണം ചെയ്തിരുന്നു. കാരണം പലപ്പോഴും വിജയിച്ച പല സംസ്ഥാനങ്ങളിലെയും ഒരു വിജയശില്പിയായിട്ടാണ് സംഘടനയിൽ ധർമ്മേന്ദ്ര പ്രധാനെ കാണുന്നത്. അതായത് ഹരിയാനയിലെ BJP വിജയം, ബംഗാളിലെ BJP വിജയം, ഒഡീഷയിലെ BJP വിജയം, ഇതിലെല്ലാം സംഘടനാ കാര്യത്തിൽ വലിയ തരത്തിൽ പ്രവർത്തനം നടത്തിയ ഒരു നേതാവ് കൂടിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ ഈ മന്ത്രി കസേരയിൽ നിന്നും അപമാനിച്ച് ഇറക്കി വിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇത് വെച്ച് നീട്ടി കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഈ CJP സമരം ഈ വലിയ തരത്തിലേക്ക് എസ്കലേറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ, അതായത് ഇപ്പോൾ ഡൽഹിയിൽ മാത്രമായിരുന്നു ഈ വലിയ തരത്തിലുള്ള പ്രക്ഷോഭം ഉണ്ടായിരുന്നത്. ഡൽഹിയിൽ നിന്നും ഓരോ നഗരങ്ങളിലേക്ക് ഈ പ്രക്ഷോഭം വ്യാപിക്കുകയാണ്. മാത്രമല്ല ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭമായിരിക്കും ഇനി ഉണ്ടാകുക എന്നുള്ളൊരു കാര്യത്തിൽ കനത്ത മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയത്. നാളെ അതിന്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ എല്ലാ തരത്തിലുള്ള എല്ലാ കളക്ടറേറ്റുകളുടെ മുന്നിലും കൃത്യമായി ഒരു മെഴുകുതിരി മാർച്ച് നടത്തണം എന്നുള്ള ഒരു ആഹ്വാനം തന്നെ നൽകിയിരുന്നു. അതായത് ഈ ചർച്ച പരാജയപ്പെട്ടാൽ, ഒരു മണിക്കൂറിനുള്ളിൽ നടക്കുന്ന ഈ ചർച്ച പരാജയപ്പെട്ടാൽ അടുത്ത ഘട്ട സമരം ഈ CJP ഇതിനകം തന്നെ ആസൂത്രണം ചെയ്യുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചൊഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടതാണ് രാജ്യ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം. രാജ്യം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ വരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു പ്രതിപക്ഷം. പാർലമെന്റിനകത്ത്, സഭയ്ക്ക് പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നു. അത് അടിച്ചൊടുക്കാൻ നോക്കുന്നു. പോലീസിനെ ഉപയോഗിച്ച്, ദ്രുതകർമ്മസേനയെ ഉപയോഗിച്ച്, കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ സേനകളെയും ഉപയോഗിച്ച് അവിടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നു. ആ പ്രതിഷേധത്തിൽ അടിച്ചൊതുക്കലിലൊന്നും വഴങ്ങാതെ വിദ്യാർത്ഥികൾ സമരവുമായി മുന്നോട്ട് പോകുന്നു. ഒന്നാം ഘട്ട ചർച്ച നടത്തുന്നു, രണ്ടാം ഘട്ട ചർച്ച നടത്തുന്നു. ആ രണ്ടാം ഘട്ട ചർച്ചകളിലൊന്നും CJP വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യത്തിന് വഴങ്ങിയിരുന്നില്ല കേന്ദ്ര സർക്കാർ. പിന്നീട് ഈ ഘട്ടത്തിൽ ഏത് പോയിന്റിലാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന തീരുമാനത്തിലേക്ക് ധർമ്മേന്ദ്ര പ്രധാൻ എത്തുന്നത്, കേന്ദ്ര സർക്കാർ എത്തുന്നത്?